പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ക്വാർട്ടർ ബൗൺസിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ടൈം മോർണിംഗ് 6:30 ആയിട്ടുണ്ട്. നമുക്ക് 7 മണിക്കത്തെ ബസ് പിടിച്ചിട്ട് ക്വാർട്ടർ ബൗൺസ് പിടിക്കാം. ഓക്കെ, ബസ് വന്നിരിക്കുകയാണ് ഗൈസ്. 41 രൂപയാണ് ടിക്കറ്റ്. ഇവിടുത്തെ മിനിമം പ്രൈസാണ് 41 രൂപ. ഗൈസ്, അങ്ങനെ ക്വാർട്ടർ ബൗൺസ് എത്തിയിരിക്കുകയാണ്. ഇതേ ഒരു 2 ഉണ്ട് റെയിൻബോ. ഗൈസ് നോക്കിയേ, നമുക്ക് നല്ല 2 റെയിൻബോ കിട്ടിയിരിക്കുകയാണ്. മോർണിംഗ് ബ്ലിസ് വിഷയം. നല്ല ഉഷാറ് ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. ബാക്കിൽ നോക്കി ആ റെയിൻബോ ഇപ്പോഴും ഉണ്ട്. ഫുൾ പവർ. സ്നാക്സ് കട എത്തിയിരിക്കുകയാണ്. ഇവിടെ സമൂസ ഇതൊക്കെ ഉണ്ട്, പരിപ്പ് വട, ബജ്ജി. സമൂസ ഉണ്ടോ, അത് കിഴങ്ങാണ് ഫില്ലിങ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ചൂടോടെ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. സമൂസയ്ക്ക് 5 രൂപ, ഇതും 5. ഇത് നമ്മുടെ നാട്ടിലെ പരിപ്പ് വടയാണ്. പരിപ്പ് വടയുടെ ഷേപ്പ് നോക്കിയാൽ റൗണ്ട് ഷേപ്പ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ചൂടും ഉണ്ട്. പരിപ്പ് വട, ഉള്ളിവട, സമൂസ, ബജ്ജി എല്ലാം അവൈലബിൾ ആണ്. മോർണിംഗ് തുറക്കുന്ന ഷോപ്പാണ്. ക്വാർട്ടർ ബൗൺസിലെ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. വലിയൊരു മാർക്കറ്റാണ്, 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രൂട്ട്, പേരയ്ക്ക ഒക്കെ ഉണ്ട്. പേരയ്ക്കയ്ക്ക് 5 രൂപ. ഇവിടെ ബനാന ചിപ്സ്, മിക്സർ, കാജുവാല. അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ല ചീപ്പാണ്, കുഴപ്പമില്ല. പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷേപ്പ് കണ്ടോ. ചിക്കൻ ഫ്ലൈക്കിലേക്കുള്ള ബസ്സാണ്. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മളങ്ങനെ കസാവില്ല ഷോപ്പിംഗ് മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ നടക്കുന്നതിലും ബെറ്റർ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നോക്കാം. 361 എല്ലാം ഉണ്ട് ഇവിടെ. വലിയൊരു ഷോപ്പിംഗ് മാളാണ്. ഇതൊരു എൻട്രൻസ് ആണ്.
4 രൂപ. എല്ലാ ടൈപ്പ് ആൽക്കഹോളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ പിന്നെ കറക്റ്റ് റേറ്റാണ് എല്ലാത്തിനും, കൂടുതലും ഇല്ല കുറവുമില്ല, എല്ലാം ഉണ്ട്. JD 4193 മൗറീഷ്യൻ എല്ലാം ഉണ്ട്. ഫിഷ്, പല ടൈപ്പ് ഗ്രീൻ ചില്ലി, ഗൈസ് നമുക്ക് ചിക്കൻ മേടിക്കാം. $226 രൂപയേ ഉള്ളൂ ഫുൾ ചിക്കൻ. 265 രൂപ. പാലിൻ്റെ സെക്ഷൻ എത്തി. 65, 55. നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. Back to our place. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുക്കിംഗ് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയും ചോറും പപ്പടവും. നമ്മുടെ ചിക്കൻ കറി, നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ചിക്കൻ കറി ഒരു 10 മിനിറ്റിൽ റെഡിയാകുന്നതാണ്. പപ്പടം റെഡിയാക്കി. നമ്മുടെ ലഞ്ച് സെറ്റായിരിക്കുകയാണ്. പപ്പടവും ചോറും ചിക്കൻ കറി. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ഈവനിങ് വാക്കിന്. അപ്പം ഇന്ന് അത്യാവശ്യം നല്ലൊരു സൺസെറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ബീച്ച് വാക്ക് ഡെയിലി റൊട്ടീനായിരിക്കുകയാണ്. പക്ഷേ നല്ലതാണ്, നല്ല സമാധാനം, പീസ്ഫുള്ള് കിട്ടുന്നുണ്ട്, നല്ല സമാധാനം കിട്ടുന്നുണ്ട്. നമ്മുടെ ബോയ്സാണ് നിൽക്കുന്നത് ബീച്ചിൽ. അലണും ജിതിനും. ഇന്നൊരു മഴയൊക്കെ പെയ്തായിരുന്നു ഉച്ച കഴിഞ്ഞപ്പം. അതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്, ചൂടൊന്നുമില്ല, നല്ല രസമുണ്ട്. ഫുൾ ക്ലിയർ വ്യൂവും കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നല്ല സൺസെറ്റ് കിട്ടും. ഇതിൽ ഇച്ചിരി തിരയുണ്ട്. നമ്മുടെ മറ്റേ മൗണ്ടൻ കാണാം. ചിലപ്പോൾ നല്ല സൺസെറ്റും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ സൈഡിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഫ്രണ്ടിൽ കയാക്കിങ്ങും ബോട്ടും ഒക്കെ കിടപ്പുണ്ട്.
അത്യാവശ്യം നൈസൊരു ബീച്ച്. കുറച്ച് കോറൽസ് കിട്ടിയിരിക്കുകയാണ്. കുറച്ച് ലോക്കറ്റ്സും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കുറച്ച് കോറൽസും ശംഖും ഒക്കെ. സൺസെറ്റായി തുടങ്ങുന്നു. നമ്മളിങ്ങേ അറ്റത്ത് വന്നു. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ഞണ്ടുകൾ കുറച്ചുണ്ട് ഇവിടെ. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റ് ചെറിയ രീതിയിലേ കിട്ടിയുള്ളൂ. നല്ല സൺസെറ്റ്, കളേഴ്സൊക്കെ കുറവായിരുന്നു. ഒരു മച്ചാൻ ഡോഗുമായിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. ജർമ്മൻ ഷെപ്പേർഡാണ്. മൗറീഷ്യസിൽ പിന്നെ സ്നേക്സ് ഇല്ല കേട്ടോ. മൗണ്ടൻസിലും ബീച്ച് സൈഡൊക്കെ പോവുകയാണെങ്കിലും പാമ്പുകളില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഹൈക്ക് ചെയ്യുമ്പോഴൊന്നും പാമ്പിനെ പേടിക്കേണ്ട ആവശ്യം വരില്ല. ഇത് കണ്ടോ, ബീച്ചിൽ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവവും അടുപ്പ് കൂട്ടാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ നമ്മുടെ ബീച്ചിൽ വരേണ്ട ടൈം കഴിഞ്ഞു. കാരണം ആലപ്പുഴ ബീച്ചും കൊച്ചി ബീച്ചൊക്കെ സത്യം പറഞ്ഞാൽ എന്തുമാത്രം ആൾക്കാർ വരുന്നതാ. ഇവിടുത്തെ കാട്ടി ഏകദേശം നല്ല ടൂറിസ്റ്റ് വരുന്ന പ്ലേസായിട്ട് ഇതൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് മൗറീഷ്യസിൻ്റെ ക്യാപിറ്റലായ പോർട്ട് ലൂയിസിൽ ഒന്നും കൂടെ നമ്മൾ പോകാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നാളെ കാണാം. ബൈ.